ഇത്തവണ +2 ഓണപരീക്ഷയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? യെസ്, ചോദ്യ പേപ്പറിലാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത്. അതായത് ചോദ്യ പേപ്പറിൽ എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം. ഈ ന്യൂസിൽ പറയുന്നത് ഹയർ സെക്കൻഡറി ചോദ്യ പേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അച്ചടിച്ച് നൽകുമെന്നുള്ള കാര്യമാണ്. അതായത് മക്കൾക്കറിയാം +2വിന്റെ ചോദ്യ പേപ്പർ സ്കൂളുകൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത് സ്കൂളുകൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി +2 ചോദ്യ പേപ്പർ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ മുതൽ, ഈ വർഷം മുതൽ അത് ഹയർ സെക്കൻഡറിയുടെ ചോദ്യ പേപ്പറുകൾ, ഓണപരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് ആരായിരിക്കും? വിദ്യാഭ്യാസ വകുപ്പ് തന്നെയായിരിക്കും. അപ്പൊ മുഴുവൻ +2 വിദ്യാർത്ഥികളും ഒരൊറ്റ ചോദ്യ പേപ്പർ ആയിരിക്കും നേരിടുന്നത്. ഇതുകൊണ്ട് നമുക്കുള്ള മാറ്റം എന്താണ്? നമുക്കുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും സ്കീം ഓഫ് വർക്ക് ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതായത് ഇന്ന മന്ത് തൊട്ട് ഇന്ന മന്ത് വരെ ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു സ്കീം ഓഫ് വർക്ക് ഉണ്ട്. ആ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഇപ്പൊ പല സ്കൂളുകളിലും പല ചാപ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം പഠിക്കുക. ഇപ്പൊ +1 ചിലപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് മുൻപ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക. ഓക്കെ, ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ പലയിടത്തും പല ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പല ചാപ്റ്റേഴ്സിലേക്ക് കടക്കുക. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യ പേപ്പർ അച്ചടിക്കുമ്പോൾ കൃത്യമായും അവരെത്ര പോർഷൻസ് ആണോ കംപ്ലീറ്റ് ചെയ്യണം, ഓഗസ്റ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, അത്രയും പോർഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. സോ ആ സ്കീം ഓഫ് വർക്ക് ഫോളോ ചെയ്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മക്കൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ നമ്മുടെ ടൈം ടേബിൾ ആണ്. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിളിനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങൾ ഒന്നിലധികം പരീക്ഷകൾ എഴുതേണ്ടതായിട്ടുണ്ട്. നമ്മൾ 17-ന് മാത്രമാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. വെറും 1 വീക്കിലാണ് നമ്മൾ ഈ എക്സാംസ് എല്ലാം എഴുതി തീർക്കേണ്ടത്. അപ്പൊ എക്സാമിനിടയിൽ തീരെ ഗ്യാപ്പില്ല. ഒരു ദിവസം ഒന്നിലധികം എക്സാംസ് എഴുതേണ്ടി വരുന്ന നിരവധി ദിവസങ്ങളുണ്ട്. സോ ഇന്ന് തൊട്ട് വ്യക്തമായ ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യതയോടുകൂടി പഠിച്ചു തുടങ്ങുക മക്കളെ. എക്സാമിന്റെ തലേടെ പഠിക്കാൻ ഇരിക്കരുത്. പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. കാരണം ഒരു ദിവസം 2 എക്സാം എഴുതുന്ന തന്നെ ടയേർഡാണ്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു, എക്സാം എഴുതുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെ എന്താണ് ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പൊ തന്നെ ഒന്നിലധികം എക്സാംസ് വരുന്ന ടോപ്പിക്സ് ഏതാണ്, സബ്ജക്ട്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് പ്രത്യേകമായ ടൈം ടേബിൾ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി അത് ഫോളോ ചെയ്യുക. ആൻഡ് ഓരോന്നിനും വ്യക്തമായ ടൈം കൊടുക്കുക. കൃത്യമായിട്ട് വെയിറ്റേജ് മനസ്സിലാക്കി വെക്കുക. ചില ചാപ്റ്റേഴ്സിന് വളരെയധികം വെയിറ്റേജ് ലഭിക്കും. ചില ചാപ്റ്റേഴ്സ്, ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് വളരെ ലെങ്തി ആയിരിക്കും. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ്, വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യമേ പഠിച്ചു തുടങ്ങി അതിനൊരു വലിയ ഹ്യൂജ് ടൈം റിസർവ് ചെയ്ത് വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് മാറ്റുക. പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായി നമ്മൾ മറന്നു പോവും. നമ്മൾ ചില എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴായിരിക്കും നമ്മളിത് പഠിച്ചതാ പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ. വളരെ വലിയൊരു പ്രോബ്ലം ആണത്. പഠിച്ച കാര്യം ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമം. അതുകൊണ്ടാണ് പറയുന്ന മക്കളെ, പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പൊ ഈ ഒരു സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് നമ്മൾ ശരിക്കും ആദ്യ 4 ചാപ്റ്റേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. കഴിഞ്ഞ വർഷം ഈ 4 ചാപ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഓണം എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുക, നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ചിലപ്പോൾ സ്കൂളിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എടുത്തിട്ടുണ്ടായിരിക്കും. ബട്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓണ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ബാക്കി ചാപ്റ്ററുകൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കുക. ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവസാനം ടൈം കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വെയിറ്റേജ് അനുസരിച്ച് വെയിറ്റേജ് നോക്കി, വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ് നോക്കുക. ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് ഏറ്റവും മേജർ ടോപ്പിക്സ് ഏതാണ്, ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. യെസ്, അപ്പോൾ വളരെ നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവരും കോമൺ ആയിട്ട് എഴുതാൻ പോകുന്ന ഒരു നല്ല എക്സാമിനേഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലെവൽ ഓഫ് എക്സാമിനേഷൻ തന്നെയായിരിക്കും. ചോദ്യ പേപ്പറിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയുണ്ട്. നല്ല ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എക്സ്പെക്ട് ചെയ്ത് പോവുക മക്കളെ. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.